ഹലോ ഫ്രണ്ട്സ്, അശ്വതി സീഡ്ലിംഗ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാൻഡവില്ലയുടെ ഒരു കളക്ഷനുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. മാൻഡവില്ല കുറച്ച് പ്ലാന്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു സെയിൽ വീഡിയോയാണ് കാണിക്കുന്നത്. ഇപ്പോൾ കോംബോ ആയിട്ട് കൊടുക്കുന്നത് പിങ്കും റെഡുമാണ് അവൈലബിൾ ആയിട്ടുള്ള തൈകളുടെ സൈസ് ഞങ്ങൾ കാണിക്കുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. ചെറിയ ഗ്ലാസുകളിലാണ് തൈകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആവശ്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും. ഇതാണ് തൈയുടെ സൈസുകൾ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഒരുപാട് പേര് ഞങ്ങളുടെ അടുത്ത് മാൻഡവില്ലയുടെ തൈകൾ അവൈലബിൾ ആയിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെയിലിടാമെന്ന് വിചാരിച്ചത്. മാൻഡവില്ലയുടെ പോട്ടിംഗ് രീതിയും അതിൻ്റെ കെയറിങ് രീതിയും ഞങ്ങൾ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. മാൻഡവില്ല എപ്പോഴും നീണ്ടു പടർന്നു പോവാതെ ബുഷിയാക്കി നിർത്തണമെങ്കിൽ അത് നീണ്ടു വരുന്ന വള്ളി ഒന്ന് ചെറുതായിട്ട് ഒന്ന് മണ്ട നുള്ളി കൊടുത്താൽ നല്ല ബ്രാഞ്ചസ് വരുന്ന പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നതാണ്. അപ്പം ഇതിന് പ്രധാനമായിട്ടും എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് അങ്ങനത്തെ ജൈവവളങ്ങളാണ് കൂടുതലും ഉപയോഗിക്കാനുള്ളത്. എല്ലുപൊടിയൊക്കെ 1 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാവും. പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരും. ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് ഇടയ്ക്ക് സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. കുരുടിപ്പ് വരാതിരിക്കാനായിട്ട് ഏതെങ്കിലും നീം ഓയിൽ എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ 2 തൈയുടെ മാൻഡവില്ലയുടെ കോംബോ 480 രൂപയും പ്ലസ് കൊറിയർ ചാർജുമാണ് കൊടുത്തിരിക്കുന്നത്. ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു.